Hello everyone. Welcome to the topic international orientation. Actually, what do you mean by the term international orientation? International orientation of an enterprise is defined as the intensity of international connectedness of an enterprise in terms of the presence of trade or investment and the degree of influence and control across borders. International orientation. It shows the intensity of international connectedness. International orientation. It shows the intensity of international connectedness. അതായത് ഒരു ഡൊമസ്റ്റിക് പ്ലേസിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓർഗനൈസേഷൻ അത് ഇന്റർനാഷണൽ മേഖലയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവിടെ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആഴത്തിലാണ്, എത്രത്തോളം ഡെപ്തിലാണ് അവർ ആ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻഗേജ്ഡ് ആകുന്നത്, അതിനെപ്പറ്റിയാണ് ഇന്റർനാഷണൽ ഓറിയന്റേഷൻ എന്നത് അർത്ഥമാക്കുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഏർപ്പെടുമ്പോൾ അത് എത്രത്തോളം ഡെപ്തിലാണ്, ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, ഇന്റർനാഷണൽ കണക്ട്നെസ് എത്രത്തോളം ഉണ്ട്, അത് ഇൻ ടേംസ് ഓഫ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് or both goods and services and investments, whether it is inward or outward, and the degree of influences and control across the borders. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവർ ചിലപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഫുൾ കൺട്രോളും ഫുൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഉള്ള ഏറ്റവും ഡീപ്പിലുള്ള പൊസിഷനിൽ വരെ എത്താം. അപ്പോൾ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ള ഒരു പ്രോസസ്സും ആകാം, മാക്സിമം ഫുൾ കൺട്രോളുള്ള ഒരു വലിയ ബിഗ് ഓർഗനൈസേഷനും ആകാം. അപ്പോൾ ആ ഒരു ഡെപ്തിനെ പറ്റി പറയുന്നതാണ് ആക്ച്വലി ഇന്റർനാഷണൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞ ഇന്റർനാഷണൽ ഓറിയന്റേഷൻ ഓഫ് ആൻ എന്റർപ്രൈസസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇന്റൻസിറ്റി of international connectedness of an enterprises in terms of presence of trade, that is imports, export, both goods and services, and investments, it is inward or outward, and the degree of influence and control across the border. Perlmutter defines an EPRD framework, and it consists of the international orientation. He divided the international orientation into 4 stages. That is, the first one is ethnocentric or ethnocentrism, that is home country orientation, and next one is polycentrism or host country orientation, and regiocentrism, that is regional orientation, and geocentrism or world orientation. This Perlmutter divided the international orientation into 4 stages under the framework that is EPRG framework. EPRG means ethnocentrism, polycentrism, regiocentrism, and geocentrism. Then what is ethnocentrism or ethnocentric orientation? The term ethnocentric orientation means that a company does not differentiate between domestic and foreign market and apply same techniques in foreign markets which are applied in domestic market. International, actually ഇത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഡൊമസ്റ്റിക്കിൽ അവരുടെ ബിസിനസ് വളരെ വൈഡ് ആയതിനു ശേഷം ഇന്റർനാഷണൽ മേഖലയിലേക്ക് അവർ എൻ്റർ ചെയ്യുമ്പോൾ ജസ്റ്റ് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ഇന്റർനാഷണൽ ലെവലിലേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഹോം കൺട്രിയിലോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർ എന്ത് സ്ട്രാറ്റജീസ് ആണോ അഡോപ്റ്റ് ചെയ്തത്, സെയിം സ്ട്രാറ്റജി തന്നെ ആയിരിക്കും ഇന്റർനാഷണൽ മാർക്കറ്റിലും അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിലും അവർ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റിനാണ് ഇത്നോസെൻട്രിക് ഓറിയന്റേഷൻ. ഇത്നോസെൻട്രിക് മീൻസ് നമ്മളുടെ സ്വന്തം ബിലീഫും കൾച്ചറും ഒക്കെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ നമ്മൾ അസസ് ചെയ്യുക, അല്ലെ ബാക്കിയുള്ളത് അത് തന്നെ വേണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ടേമിനാണ് ആക്ച്വലി സെൻട്രിസം എന്ന് പറയുന്നത്, ഓർ ഇത്നോസെൻട്രിക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇത്നോസെൻട്രിക് ഓറിയന്റേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മളുടെ ഹോം കൺട്രിയിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്തൊക്കെ പ്രിൻസിപ്പിൾസും സ്ട്രാറ്റജീസും അത് തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ദ കമ്പനി എക്സ്പോർട്ട് ദ സെയിം പ്രോഡക്റ്റ് ഡിസൈൻ ഫോർ ഡൊമസ്റ്റിക് മാർക്കറ്റ് ടു ദ ഫോറിൻ കൺട്രി അണ്ടർ ദിസ് ഓറിയന്റേഷൻ. The country export the same product designed for the domestic market. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് തന്നെ ഫോറിൻ മാർക്കറ്റിലേക്കും അവർ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക. അത് ഒരു ഇത്നോസെൻട്രിസം ആണ്. അതല്ലെങ്കിൽ the maintenance of domestic approach towards the international business is called ethnocentric approach. Maintenance of domestic approach towards international business. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ എന്താണോ അപ്രോച്ച് ചെയ്യുന്ന രീതി സെയിം തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, that is called ethnocentric approach. This picture shows that what is ethnocentric or home country orientation. ഇതൊരു ഹോം കൺട്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
സെയിം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതൊരു പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ സെയിം പ്രോഡക്റ്റ് തന്നെ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അതിനാണ് ഇക്കോണോസെൻട്രിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ, US, ചൈന 3 സ്ഥലത്തും നമ്മൾ ഒരേ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. സെയിം തന്നെ. അവിടുത്തെ കൾച്ചറൽ ഡിഫറൻസോ അല്ലെങ്കിൽ അവിടെ ആൾക്കാരുടെ ടേസ്റ്റോ പ്രിഫറൻസോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ നാടിന്റെ കൾച്ചറും ബിലീഫും നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് എന്താണോ അത് തന്നെ എല്ലായിടത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഇത്നോസെൻട്രിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോളിസെൻട്രിക് ഓറിയന്റേഷൻ. പോളിസെൻട്രിക് അതിൽ തന്നെ ഉണ്ട് പല പല കാര്യങ്ങളാണ്. അതായത് ഇറ്റ് കൺസിഡർ ദ ടേസ്റ്റ് ആൻഡ് ബിലീഫ് ഓഫ് എവറി നേഷൻ ഓർ ഇറ്റ് കൺസിഡർ ഈച്ച് നേഷൻ ഇൻഡിവിജ്വലി. That is, polycentric orientation adopt the belief that every country is unique and needs a different approach to match the cultural and societal norms. Under the polycentric orientation, adopt the belief that every country is unique. That is localization. നിങ്ങൾ ആ ടൈം കേട്ടിട്ടുണ്ടാകും, ലോക്കലൈസേഷൻ. ഓരോ രാജ്യത്തിനും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് ഓർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന അപ്രോച്ചിനെയാണ് പോളിസെൻട്രിക് ഓറിയന്റേഷൻ. ഇത് എത്നോസെൻട്രിക് ഓറിയന്റേഷനേക്കാൾ കുറച്ചും കൂടെ ഡെപ്ത് കൂടിയതാണ്, കുറച്ചും കൂടെ വൈഡാണ്. ബിസിനസ് കുറച്ചും കൂടെ ഡെവലപ്പ് ആയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഓരോ രാജ്യങ്ങളുടെയും ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അതുകൊണ്ട് പോളിസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഈ എത്നോസെൻട്രിക് ഓറിയന്റേഷൻ കുറച്ചും കൂടെ ഡെപ്തിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അണ്ടർ ദിസ് അസംഷൻ എ കമ്പനി യൂസസ് എ കൺട്രി സ്പെസിഫിക് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ സക്സസ്ഫുള്ളി ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് ഇറ്റ്സ് പ്രസൻസ് ഇൻ ഈച്ച് കൺട്രി. Under this assumption, a company uses country-specific business and marketing strategy for successfully developing and building a presence in each country. ഓരോ രാജ്യത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത് പോളിസെൻട്രിക് ഓറിയന്റേഷൻ പ്രകാരം. Then, this picture shows the polycentric orientation or host country orientation. Each country is considered as separate and separate marketing strategies implemented to each countries. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെപ്പറേറ്റ് ആയിട്ട് ഓരോ തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും. ഡൊമസ്റ്റിക് കൺട്രിയുടെ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഹോസ്റ്റ് കൺട്രിയിൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു അത് അവിടെ തന്നെ അങ്ങ് അവസാനിക്കുകയാണ്. ഓരോ കൺട്രിക്കും സെപ്പറേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും അവർക്ക് ആവശ്യമുള്ള ടൈപ്പിലുള്ള പ്രോഡക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പോളിസെൻട്രിക് ഒരു കമ്പനി തന്നെയാണ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ഓരോ രാജ്യത്തിനും ഒരു സെപ്പറേറ്റ് ടൈപ്പുള്ള പ്രോഡക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് പോളിസെൻട്രിക് ഓറിയന്റേഷൻ. കുറച്ചും കൂടി ഡെപ്ത് ആണ് ഇത്നോസെൻട്രിക്കിന്. നെക്സ്റ്റ് വൺ ഈസ് റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ. Regiocentric orientation, that means a regiocentric company views a different region as different market. ഇവിടെ ഒരു രാജ്യത്തിനല്ല പരിഗണിക്കുന്നത്, ഓരോ റീജിയൻ, ഒരു പർട്ടിക്കുലർ റീജിയൻ ഒരു മാർക്കറ്റാണ്. അതിപ്പോൾ ഏഷ്യ പസഫിക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അതല്ലെങ്കിൽ അമേരിക്കൻ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്, ആ മേഖലയെല്ലാം കൂടെ ഒരു റീജിയനായിട്ട് പരിഗണിക്കുക. ലാറ്റിൻ അമേരിക്കൻ റീജിയൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഓരോ സെപ്പറേറ്റ് റീജിയൻ, അവിടെ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ബേസിലല്ല ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ, ഡിഫറെന്റ് റീജിയൻ ഈസ് കൺസിഡർഡ് ആസ് ഡിഫറെന്റ് മാർക്കറ്റ്. എ പർട്ടിക്കുലർ റീജിയൻ വിത്ത് certain important common market characteristics is regarded as a single market, ignoring the national boundaries. ഒരു റീജിയന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺസിഡർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ ഒരു സിംഗിൾ നേഷൻ പരിഗണിക്കുന്നില്ല. A particular region with a certain important common market characteristics is regarded as a single market. Categorization of regions as individual market may be based on cultural traits, that is Asia Pacific, or economic or political characteristics such as European Union. ആ ഒരു ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ റീജിയൻ ചിലപ്പോൾ അവിടെ കോമൺ എന്താണ് കൾച്ചർ സെയിം ആയിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക്കൽ സിസ്റ്റം സെയിം ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ബേസിലോ റീജിയൻ വൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ബിസിനസ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി അവിടെ. അപ്പോൾ അവിടെ നേഷൻ എന്നുള്ളത് വിട്ടു. അപ്പോൾ പോളിസെൻട്രിക്കിനേക്കാൾ കുറച്ചും കൂടെ ഡീപ്പിലേക്ക് ആൻഡ് ഇന്റൻസിറ്റി കുറച്ചും കൂടെ ഡീപ്പ് ആവുന്നതാണ് റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. This picture shows that what is a regiocentric orientation. That is ഏഷ്യ പസഫിക് റീജിയനിൽ ഒരു പ്രോഡക്റ്റ്, അതിൽ വ്യത്യസ്തമായ മറ്റൊരു പ്രോഡക്റ്റ് ആണ് യൂറോപ്യൻ യൂണിയനിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആഫ്രിക്കൻ ഏരിയയിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് റീജിയൻ വൈസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനെയാണ് റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ജിയോസെൻട്രിക് ഓറിയന്റേഷൻ, the whole world is considered as a single market
A geocentric company views the entire world as a single market and develops a standardized marketing mix and projecting a uniform image of the company and its product for the global market. The whole world is considered as a single market. നമ്മളുടെ ഓറിയന്റേഷൻ ആ ഇന്റൻസിറ്റി ഏറ്റവും ഡീപ്പ് സ്റ്റേജിൽ എത്തുന്ന ഒരു അവസ്ഥയാണ് ജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ദ ഹോൾ വേൾഡ് ഈസ് കൺസിഡർ ആസ് എ സിംഗിൾ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ അത്ര ഡെപ്തിലുള്ളതായിരിക്കണം, അത്ര വൈഡ് ആയിരിക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ ദ കമ്പനി സെലക്ട് the employees from the entire globe and operate with a number of subsidiaries. So under the geocentric orientation, the company select employees from the entire globe and operate with a number of subsidiaries. Then the headquarters coordinate the activities of the subsidiaries. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ രാജ്യത്തിന്റെ പല മേഖലയിൽ, രാജ്യത്തിന്റെ അല്ല ലോകത്തിന്റെ പല മേഖലയിൽ അവരുടെ സബ്സിഡിയറി ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അതിനെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിന് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. Then each subsidiary function like an independent and autonomous company in formulating policy, strategy, product design, human resource policy, operations, etc. Each subsidiary functions like an independent and autonomous company in formulating the policy, strategies, product design, human resource policies, operations, etc. And this picture shows the geocentric orientation in the world orientation. That is, ഇതൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാ മാർക്കറ്റിലേക്കും അവരുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ തരത്തിൽ കണക്റ്റഡ് ആകും അതുപോലെ ഒരു വലിയ ചെയിൻ, ബിക്കോസ് ദ ഹോൾ ഗ്ലോബ് ഈസ് കൺസിഡർ ആസ് എ സിംഗിൾ മാർക്കറ്റ്. അതിനാണ് ജിയോസെൻട്രിക് എന്ന് പറയുന്നത് ഏറ്റവും ഡെപ്തിലുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഈ 3 പോയിന്റുകൾ തമ്മിൽ എത്നോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക് ആൻഡ് ജിയോസെൻട്രിക്. അതിന്റെ പെർസെപ്ഷൻ ഓഫ് മാർക്കറ്റ്, അതിന്റെ പെർസെപ്ഷൻ ബേസിൽ എത്നോസെൻട്രിക് മീൻസ് ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂലാണ് വരുന്നത്. ഡൊമസ്റ്റിക്കിലാണ് അതിന്റെ സ്ട്രാറ്റജീസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹോം ആൻഡ് ഫോറിൻ മാർക്കറ്റ്. നമ്മുടെ രാജ്യത്തെയും ഒരു ഫോറിൻ മാർക്കറ്റിലെയും സിമിലാരിറ്റി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിലുള്ളത് അനുസരിച്ച് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഇത്നോസെൻട്രിക് പ്രകാരം, ഇത്നോസെൻട്രിക് കോൺസെപ്റ്റ് പ്രകാരം ഫോറിൻ മാർക്കറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. ബട്ട് ഇൻ ദ പോളിസെൻട്രിക് ഈച്ച് നേഷൻ ഈസ് ഡിസ്റ്റിങ്ക്റ്റീവ്. ഈച്ച് നേഷൻ ഹാവ് സെപ്പറേറ്റ് ഐഡന്റിറ്റി. Each nation is distinctive under the polycentric. But under the regiocentric, market on the basis of common regional characteristics. ഒരു particular region common characteristics വെച്ചിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. So the market on the basis of a common regional characteristics. Under the geocentric, the entire world is considered as a single market. And on the basis of the strategy, extension of domestic strategies to the foreign market. On the basis of the strategy, ethnocentrism, that is, it is an extension of the domestic strategies to the foreign market. On the basis of this strategy, under the ethnocentrism, it's an extension of domestic strategy to the foreign market. But in case of polycentrism, it is localization. That means it is trying to satisfy the needs and wants of the particular nations. അതായത് ഓരോ രാജ്യത്തിനെയും അവരുടെ മാത്രം കൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് അവിടെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ലോക്കലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. Then the third point, that is by considering the regiocentrism, trade-off between localization and standardization. രണ്ട് കാര്യങ്ങളും പരിഗണിക്കുന്നത്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ലോക്കലൈസേഷനും ചെയ്യുന്നുണ്ട് അവർ. അവരുടെ റീജിയണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ ലോക്കലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ, നമ്മുടെ ഡൊമസ്റ്റിക് ഒരു ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ഇറ്റ് ഈസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ലോക്കലൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. ബട്ട് ഓൺ ദ ബേസ് ഓഫ് ദ geocentrism, the whole world is considered as a single market. So a global standardization can implement at the global level. Then merits. No cost and effort of localization. ഇത് മെറിറ്റ് ആണ്. ഈ എത്നോസെൻട്രിക് ആണെങ്കിൽ നമ്മളൊരു ലോക്കലൈസേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും അതൊരിക്കലും ഉണ്ടാവുന്നില്ല. An easy route to internationalization actually is the first step in the internationalization or stages of internationalization. This is the first stage. So it's an easy route to enter into the international business, to enter into an international business. So this is the merit. And by considering the polycentric approach, its merit is that adaptation to the market characteristics which helps better exploitation of the market potential. ഓരോ നേഷന്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയും. കാരണം അവിടുത്തെ ലോക്കൽ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, സോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. സോ അഡാപ്റ്റേഷൻ ടു ദ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഹെൽപ്സ് ദ ബെറ്റർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി മാർക്കറ്റ് പൊട്ടൻഷ്യൽ. By considering the regionalism,
some of the advantages of both localization and standardization. The whole standardization എന്നുള്ള പ്രോസസ്സിനെയും ലോക്കലൈസേഷൻ എന്നുള്ള പ്രോസസ്സിന്റെ മെറിറ്റിനെ നമുക്ക് ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയും. And economic, and by considering the global, അതായത് geocentrism, economies of large scale and lower cost. ടോട്ടൽ വെൽനേന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ എന്നുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ദെൻ ഡിമെറിറ്റ്സ്. It limits the scope of exploitation of international market. ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ എല്ലാ സാധ്യതകളെയും നമുക്ക് ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ സ്ട്രാറ്റജി, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഫോറിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ല. ദെൻ പോളിസെൻട്രിക്. By considering the polycentrism, high cost of adaptation and delay. അതാണ് അതിന്റെ അടുത്തൊരു ഡീമേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ലോക്കലൈസ് ചെയ്യുമ്പോൾ ഹൈ കോസ്റ്റ് ഉണ്ടാവുന്നു ആൻഡ് ഡിലേ ഉണ്ടാവുന്നു. ഇനി റീജിയോസെൻട്രിസം, neglect the inter-regional differences in business environment. Inter-regional differences. അതൊരു പർട്ടിക്കുലർ റീജിയൻ മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇന്റർ റീജിയണൽ ഡിഫറൻസസിനെ ഒന്നും പരിഗണിക്കുന്നില്ല. ഇനി സ്റ്റാൻഡർഡൈസേഷൻ, അതായത് ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡർഡൈസേഷൻ വിൽ നോട്ട് ബി സക്സസ്ഫുൾ ഇൻ മെനി കേസസ്. അതായത് ഒരു ഗ്ലോബലിൽ ഒരൊറ്റ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ തവണയും അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. ഇതൊരു കമ്പാരിസൺ ആണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. അതായത് എത്നോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക് ആൻഡ് ജിയോസെൻട്രിക്. അപ്പോൾ ഇന്റർനാഷണൽ ഓറിയന്റേഷനെ പറ്റി നിങ്ങൾക്കൊരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.